നമ്മളെ ലൈഫ് ഒന്ന് സെറ്റ് ആവാനായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യും അല്ലേ, പുതിയ കാര്യങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരും. പക്ഷേ എപ്പോഴും അങ്ങനെ ആഡ് ചെയ്താൽ മാത്രം പോരാ, കുറച്ച് കാര്യങ്ങളൊക്കെ പതുക്കെ ഒഴിവാക്കണം. നമ്മളെ വഴിയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അത്തരത്തിൽ ലൈഫിൽ നിന്ന് ഒഴിവാക്കേണ്ട 5 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. നമ്പർ 1, ടോക്സിക് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പും ഇതിൽ ഇൻക്ലൂഡാണ്. ലൈഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. സോ നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യാത്ത, ഇൻസ്പയർ ചെയ്യാത്ത, നല്ല കാര്യങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത ആളുകളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. സോ അത് നിങ്ങൾ ഒഴിവാക്കേണ്ടത് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ആരെയും ഹേർട്ട് ചെയ്യാതെ അൺനെസസറി ഡ്രാമ ഒന്നുമില്ലാതെ എങ്ങനെ ഇത്തരം റിലേഷൻഷിപ്സിൽ നിന്ന് പുറത്ത് വരാമെന്ന്. ഡോണ്ട് വറി, അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അത് ആദ്യം നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്സിൻ്റെ സയൻസ് മനസ്സിലാക്കണം. ആ ഒരു വ്യക്തിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി ഡ്രെയിൻഡ് ആവാറുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ സെൽഫ് ഡൗട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ടോ? എപ്പോഴും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാറുണ്ടോ? ഇതെല്ലാം റെഡ് ഫ്ലാഗ്സ് ആണ്. സോ നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന് മനസ്സിലാക്കിയാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വയറ്റ്ലി അവരിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങുക എന്നതാണ്. ഒറ്റയടിക്ക് അങ്ങോട്ട് കട്ട് ചെയ്യല്ല, സ്ലോലി ഡിസ്റ്റൻസ് എടുക്കുക, ഹെൽത്തി ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക ആൻഡ് ലിമിറ്റ് യുവർ എക്സ്പോഷർ ടു നെഗറ്റിവിറ്റി. സോ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുക ആൻഡ് പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുക. നമ്പർ 2, നെഗറ്റീവ് സെൽഫ് ടോക്ക്. എ സ്നീക്കി ലിറ്റിൽ ഹാബിറ്റ് ദാറ്റ് ക്യാൻ ഡിസ്ട്രോയ് യുവർ സെൽഫ് എസ്റ്റീം. നമ്മളെല്ലാവരും സ്വയം നെഗറ്റീവായിട്ട് സംസാരിക്കുന്നവരാണ് അല്ലേ? ആൻഡ് ഹിയർ ഇസ് ദ ട്രൂത്ത്. നമ്മൾ നമ്മളോട് എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻഫാക്ട് അത് നമ്മളുടെ കോൺഫിഡൻസ്, മോട്ടിവേഷൻ, മെൻ്റൽ ഹെൽത്ത് ഇതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ക്വയറ്റ്ലി എലിമിനേറ്റ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കാണ്. ഇനി എങ്ങനെ ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് സ്റ്റോപ്പ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് ഓൾ അബൌട്ട് റീവയറിങ് യുവർ ഇന്നർ ഡയലോഗ് ആൻഡ് പ്രാക്ടീസിങ് സെൽഫ് കമ്പാഷൻ. സോ നിങ്ങൾ ആദ്യം അവെയർ ആവണം നിങ്ങളുടെ തോട്ട് പാറ്റേൺസിനെ പറ്റിയിട്ട്. നെഗറ്റീവ് തോട്ട് വരുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഒരു പോസിറ്റീവ് തോട്ട് കൊണ്ടുവരിക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാനൊരു ഫെയിലിയറാണ്, എല്ലാത്തിലും തോറ്റു പോകുന്നു. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനൊരു പോസിറ്റീവ് തോട്ട് കൊണ്ട് കൗണ്ടർ ചെയ്യാം. ലൈക്ക്, എനിക്കൊരു തെറ്റ് പറ്റി ആൻഡ് ദാറ്റ്സ് ഓക്കെ, ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ് ആൻഡ് അതിലൂടെ ഞാൻ ലൈഫിൽ ഗ്രോ ചെയ്യുകയാണ്. മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അഫർമേഷൻസ് ആണ്. ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ആൻഡ് നിങ്ങളത് ഡെയിലി റെഗുലറായിട്ട് റിപ്പീറ്റ് ചെയ്യുക. ആൻഡ് അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യും. ഒരുപാട് പോസിറ്റീവ് അഫർമേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. സോ അഫർമേഷൻസും പ്രാക്ടീസ് ചെയ്യുക. മറ്റൊരു കാര്യം സെൽഫ് കമ്പാഷനാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ടിന് ഒരു തെറ്റ് പറ്റി, അപ്പോൾ നമ്മൾ പറയില്ലേ, സാറിലടാ പോട്ടെ, ലൈഫിൽ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നമുക്ക് തെറ്റ് പറ്റുമ്പോൾ സ്വയം ഇങ്ങനെ പറയാനായിട്ട് സാധിക്കണം. ഒരു ഫ്രണ്ടിനോട് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നോ അതേ രീതിയിൽ നമ്മൾ നമ്മളോട് തന്നെ ബിഹേവ് ചെയ്യണം. ബി കൈൻഡ് ടു യുവർ സെൽഫ്. ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട്, നിങ്ങൾ IT ഫീൽഡിൽ ജോബ് നോക്കുന്ന ഒരാളാണോ? നമുക്കറിയാം, ഹൈ സാലറിയും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെയുള്ള ഒരു ഫീൽഡാണ് IT. ബട്ട് അതിൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ യു നീഡ് സ്കിൽ. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഹെഡ് കോഡ്സിൻ്റെ വെബ് ഡെവലപ്മെൻറ്റ് ബൂട്ട് ക്യാമ്പ്. ഇനി ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, +2 കഴിഞ്ഞ ഏതൊരാൾക്കും ഓൺലൈനായിട്ട് 7 മാസം കൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. മന്ത്ലി കോഡിംഗ് കോമ്പറ്റീഷൻ, വീക്ക്ലി ടെസ്റ്റ്, ഇതൊക്കെ നിങ്ങളെ ഒരു നല്ല പ്രോഗ്രാമറാക്കി മാറ്റും. ആൻഡ് ഹാൻഡ്സ് ഓൺ പ്രൊജക്ട്സ് വഴി ജോബ് ചെയ്യാനുള്ള കോൺഫിഡൻസ്, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് വഴി ഇൻ്റർവ്യൂ ഫേസിംഗ് സ്കിൽസ്, കൂടാതെ 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ്റർവ്യൂവിൽ കോൺഫിഡൻ്റ് ആവണമെങ്കിൽ ഇംഗ്ലീഷ് അറിയണം. ബട്ട് ഡോണ്ട് വറി, ഇവിടെ ഡെയിലി ഇംഗ്ലീഷ് പ്രാക്ടീസും ഉണ്ട്. സോ നല്ലൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നല്ലൊരു പ്രോഗ്രാമർ ആവാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബാക്ക് ടു വീഡിയോ. നമ്പർ 3, ക്ലട്ടർ. ക്ലട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പരിസരം ഫുള്ള് വളരെ അലങ്കോലമായിട്ട് ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുക. നമ്മളുടെ വീട് അല്ലെങ്കിൽ നമ്മളുടെ റൂം, വർക്ക് ചെയ്യുന്ന സ്പേസ് എക്സെട്ര. സോ ക്ലട്ടേഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്ലട്ടേഡ് ആയിട്ടുള്ള മൈൻഡിലേക്ക് നയിക്കും. നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഒന്നും പറ്റില്ല. സോ ഡീ ക്ലട്ടർ. എല്ലാം ഒറ്റയടിക്ക് അങ്ങോട്ട് വൃത്തിയാക്കൊന്നും വേണ്ട, പതുക്കെ നീറ്റാക്കുക. സ്റ്റാർട്ട് സ്മോൾ. ലൈക്ക് ആദ്യം നിങ്ങളുടെ റൂമിലെ ടേബിൾ വൃത്തിയാക്കാം, പിന്നെ ഡ്രസ്സൊക്കെ വെച്ച് ഷെൽഫ് ഓർഗനൈസ് ചെയ്യാം. അങ്ങനെ ഓരോന്നായിട്ട് ഡീ ക്ലട്ടർ ചെയ്യുക. പിന്നെ ഒരു ടിപ്പ് പറയുകയാണെങ്കിൽ, ഡീ ക്ലട്ടർ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുക, ഈ ഒരു സംഭവം, ഈ ഒരു സാധനം എനിക്ക് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇതെന്നെ ഹാപ്പി ആക്കുന്നുണ്ടോ? അങ്ങനെ ഒരു രീതിയിലും അത് യൂസ്ഫുൾ അല്ലെങ്കിൽ ഇറ്റ്സ് ടൈം ടു ലെറ്റ് ഇറ്റ് ഗോ. അത് ഒഴിവാക്കുക. മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളുടെ ഓരോ ബിലോങ്സിനും അതിൻ്റേതായിട്ടുള്ള സ്ഥലം ഫിക്സ് ചെയ്യുക എന്നതാണ്. അല്ലാതെ തോന്നുമ്പോൾ തോന്നുന്നിടത്ത് കൊണ്ട് വയ്ക്കുകയല്ല ചെയ്യണത്. പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് ശീലിക്കുക. നമ്പർ 4, അൺഹെൽത്തി ഹാബിറ്റ്സ്. ഇനി നിങ്ങളുടെ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ശീലങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ പതുക്കെ നിർത്തുക. അതിപ്പോൾ ഓവർ യൂസേജ് ഓഫ് സോഷ്യൽ മീഡിയ ആവാം, ജങ്ക് ഫുഡ്സ് ആവാം, TV ഷോസ് ഓവറായിട്ട് കാണുന്നതാവാം. അങ്ങനെ ഇത്തരത്തിൽ മോശമായിട്ട് നമ്മളെ ബാധിക്കുന്ന ഹാബിറ്റ്സ്. ലൈഫിൽ നമുക്കൊരു ബാലൻസ് വേണം അല്ലേ? നമ്മളുടെ ബോഡിയെയും മൈൻഡിനെയും
സോളിനെയും നൗറിഷ് ചെയ്യുന്ന ഹാബിറ്റ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ അൺഹെൽത്തി ഹാബിറ്റ്സ് സ്ലോലി റിമൂവ് ചെയ്യാം. ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അത് റിയലിസ്റ്റിക് അല്ല ആൻഡ് സസ്റ്റൈനബിളും അല്ല. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അൺഹെൽത്തി ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് ആൾട്ടർനേറ്റീവായിട്ട്, അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഹെൽത്തി ഹാബിറ്റ്സ് നോക്കുക. ജങ്ക് ഫുഡ്സ് കഴിക്കാൻ തോന്നുമ്പോൾ പകരം ഫ്രൂട്ട്സ് കഴിക്കാം. അങ്ങനെ അപ്പോൾ ഇത്തരത്തിൽ നല്ല ഹാബിറ്റ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ആദ്യം കുറച്ച് ടഫായിരിക്കും, ബട്ട് സ്ലോലി യു ഫീൽ ബെറ്റർ. നമ്പർ 5, കമ്പാരിസൺ. നമ്മളെ സന്തോഷം കെടുത്തുന്നവരിൽ ഒരു പ്രധാന കക്ഷിയാണ് ഈ കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ ഏജിൽ കമ്പാരിസൺ എന്ന കുഴിയിൽ വീഴാനായിട്ട് ഭയങ്കര ഈസിയാണ്. ഒന്നും വേണ്ട, ഇൻസ്റ്റയിൽ ഒരു 5 മിനിറ്റ് സ്ക്രോൾ ചെയ്താൽ മതി. പിന്നെ തുടങ്ങും, എൻ്റെ മുടി എന്താ ഇങ്ങനെ, എൻ്റെ ഫേസ് എന്താ ഇങ്ങനെ, എൻ്റെ പാരൻസ് എന്താ ഇങ്ങനെ, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കോൺസ്റ്റൻ്റ്ലി കമ്പയർ ചെയ്യാൻ തുടങ്ങും. സി, കമ്പാരിസൺ ഈസ് എ ലൂസിങ് ഗെയിം. ദർ വിൽ ഓൾവേസ് ബി സംവൺ ഹു അപ്പിയേഴ്സ് ടു ഹാവ് മോർ ദാൻ അസ്. അതിപ്പോൾ പൈസ ആയിക്കോട്ടെ, സക്സസ് ആയിക്കോട്ടെ, ഫോളോവേഴ്സ് ആയിക്കോട്ടെ, വാട്ട് എവർ. ബട്ട് നമ്മൾ മനസ്സിലാക്കാൻ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. നമ്മൾ അവരുടെ ലൈഫിൽ ചെറിയൊരു പാർട്ട് മാത്രമേ കാണുന്നുള്ളൂ, ആ സർഫസ് മാത്രം. അത് വെച്ചിട്ടാണ് നമ്മളുടെ ഹോൾ ലൈഫ് കമ്പയർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് ഫെയർ. സോ നിങ്ങൾ നെക്സ്റ്റ് ക്വയറ്റ്ലി റിമൂവ് ചെയ്യേണ്ടത് കമ്പാരിസൺ ആണ്. കമ്പാരിസൺ എന്ന ഹാബിറ്റാണ്. പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, ബട്ട് ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഹാർഡ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് മറ്റുള്ളവരിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം, അവർ അക്കംപ്ലിഷ് ചെയ്തതിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഷിഫ്റ്റ് യുവർ ഫോക്കസ് ഇൻവേർഡ്. നിങ്ങളുടെ സ്ട്രെങ്ത്സ്, അക്കംപ്ലിഷ്മെൻറ്റ്സ്, മൈൽ സ്റ്റോൺസ്, അതിപ്പോൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, സെലിബ്രേറ്റ് ദം. ആൻഡ് റിമെമ്പർ, സക്സസ് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. സോ ഡിഫൈൻ സക്സസ് ഓൺ യുവർ ഓൺ ടേംസ്. ആൻഡ് ആൾസോ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇപ്പോൾ ലൈഫിലുള്ള കാര്യങ്ങളോട് ഗ്രേറ്റ്ഫുൾ ആവാൻ കുറച്ച് ടൈം മാറ്റിവെക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് റിയലി എ ബ്യൂട്ടിഫുൾ ആൻഡ് പവർഫുൾ ഫീലിംഗ്. സോ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ സ്ലോലി ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. സക്സസ്സിലേക്കുള്ള വഴിയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സോ ക്വയറ്റ്ലി എലിമിനേറ്റ് ദം. സോ ദാറ്റ്സ് ഓഫ് ടുഡേ. വീഡിയോ എല്ലാവർക്കും യൂസ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.